ഫ്രാൻസ് നമ്മളന്ന് നേരത്തെ തന്നെ ഫ്രോഗ് അടിക്കേണ്ടി വന്നിട്ടുണ്ട്. വീടിനടുത്തുള്ള ഒരു തോട്ടിൽ തന്നെയാണ്. നമുക്ക് വല്ലതും കിട്ടുമോ നോക്കിയൊക്കെ വൈകാതെ. അത് രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല മഞ്ഞുണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് നല്ല ശക്തമായിട്ടുള്ള മഞ്ഞുണ്ടായിരുന്നു. നമ്മളിന്ന് കുറച്ച് നേരത്തെ എത്തി. നേരം ഇങ്ങനെ വെളുക്കിനായിട്ട് മുന്നേ തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സൂര്യ ശരിക്കും ഉദിച്ചിട്ടില്ല. എന്നാലും നമ്മൾ വന്നിട്ട് ആ ടൈമിലൊന്നും മീൻ അടിച്ചില്ല. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് തോടിൻ്റെ സൈഡിൽ കൂടെ. നമ്മൾ രണ്ടുപേരും ഒരേ കളർ ഫ്രോക്ക് ഇട്ട കറണ്ട് അടിക്കാണ്ടേ പോകും. ഓറഞ്ച്, ഇത് ഓറഞ്ച് ചോപ്പ് എന്ത് പെട്ടെന്ന് പിടിക്കുക. കുറേ ആൾക്കാർ കറുപ്പ് എടുക്കുകയാണ്, പക്ഷേ എനിക്ക് കറുപ്പിൽ അങ്ങനെ അടിച്ചിട്ടില്ല. ഞാൻ കറുപ്പ് ഫ്രോക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കറുപ്പും ചുവപ്പും ഓറഞ്ചും കളറായിട്ടുള്ള ഒരുപാട് ഫ്രോഗറിന് നോക്കി, ഒരു രക്ഷയില്ല. മീൻ ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും ഫ്രോഗിൽ അടിക്കണില്ല. ഒന്നുപോലും ഫ്രോഗിൽ വന്ന് കടിക്കുന്നത്. മീൻ കുടിക്കുന്നത് മാത്രം നമുക്ക് കിട്ടുന്നുണ്ടാവില്ലേ. ഇവിടെ കുടിച്ചത് നല്ല മീനാണേ. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, അത് അത്ര ചെറുതല്ല. ഈ തോട്ടിൽ ഒരുപാട് മീനുണ്ട്, പക്ഷെ നമ്മുടെ ചൂണ്ടയിൽ പിടിക്കാത്ത വെള്ളം കുറച്ച് നന്നായിട്ട് കുറഞ്ഞു. അത് കണ്ടാൽ തോന്നുന്നുണ്ട്. പിന്നെ ഈ ചണ്ടീന് തിങ്ങി കിടക്കുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പിടിക്കാത്തത്. അതൊക്കെ സൗണ്ടൊക്കെ ഉണ്ട്. നമുക്ക് വരുന്ന പ്രാവശ്യം പറ്റിച്ചെങ്കിൽ വരാൻ മഴക്കാലാവട്ടെ. കാരണം നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും പരിചയമില്ല. ഇവിടെ ഇനി കണ്ടത്തിൽ എത്രത്തോളം വെള്ളം ഉണ്ടാവും. ഇതിപ്പോൾ എത്ര തെരഞ്ഞെടുത്ത് തന്നെ അരക്കിമേലെ വെള്ളം ഉണ്ടാവില്ലേ. ആ പോയത് ബ്രാലാട്ടാ. അയ്യടാ എത്തിയില്ലാണ്ട്. അപ്പുറത്തേക്ക് എത്തണം ചണ്ടിയുടെ. ആ മീനോട് കുടിക്കുന്നുണ്ട്, റെസ്പോൺസ് ഇല്ല. ഒരു രസം. പോത്തിറങ്ങണ സ്ഥലം അതുകൊണ്ട് ഇവിടെ ഇപ്പോഴും അടിക്കാറിയാൻ പറ്റില്ല. ഷാഡിൽ ചണ്ടി പിടിക്കടൂ. ഷാഡ് കയറുന്ന ഇളകണം. ഇവിടുന്ന് അങ്ങോട്ട് അടിച്ച് കഴിഞ്ഞാൽ ഷാഡ് കിട്ടും കേട്ടോ. ആ ഗ്യാപ്പിൽ അടിക്കാൻ പറ്റണമെങ്കിൽ പറ്റും. കാരണം കുറച്ച് മീൻ ഇത് അവിടെ നിന്ന് ഇങ്ങനെ കുടിക്കുന്നതുണ്ട്. ആ ഗ്യാപ്പിൽ ചിലപ്പോൾ ഈ ചണ്ടുള്ളിൽ കൂടെ വലിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ പിടിക്കും. അത് നമുക്ക് കുറച്ച് വലിക്കാനും സ്ഥലമുണ്ട്. ഇതെന്തത് ഞാൻ കൊണ്ട് വരുമോ? അല്ല വേണ്ട, നോക്കിയിട്ട് കാര്യമില്ല. പിടിക്കുന്നില്ല. ഡാലന്നെ മതി. ഇവിടെ ചെറുതാ. നടന്നു നോക്കാം നമുക്ക്. ഇതന്നെ സ്ഥലമല്ലേ സ്ഥിതി. ഗൈസ് നമുക്കങ്ങനെ ഫസ്റ്റത്തെ ഒരു വരല അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഷാഡിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരമായി വന്നിട്ട് ഇപ്പോഴാണ് ആദ്യത്തെ ഒരു സ്ട്രൈക്ക് കിട്ടിയത്. അത്ര ചെറുതൊന്നല്ല, നല്ലൊരു വരാൽ തന്നെ നമുക്ക് കിട്ടിയുള്ളത്.
സഞ്ചിയിലേക്കോ നമുക്കിവിടെ വീണ്ടും കാശ് ചെയ്ത് നോക്കാം. അപ്പോൾ കിരൺ ചേട്ടൻ സ്ട്രൈക്ക് കിട്ടുന്നുണ്ടാവുമല്ലോ. കിരൺ ചേട്ടൻ ഓടി നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് നീളം വലിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ അടിക്കണല്ലോ. ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് നേരം വീണ്ടും കാസ്റ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ഒരു സ്ട്രൈക്ക് പോലും കിട്ടിയില്ല. ഒരുപാട് മീനുണ്ട്, പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല. അത് ഫ്രോഗിലും കടിക്കണില്ല, ഷാഡിലും സ്ട്രൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇനി മീനൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വല വീശാനൊക്കെ ആയിട്ട് പോകുമ്പോൾ നല്ല നല്ല വീഡിയോസ് ഇതുപോലെയുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കാണുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.